ഗുജറാത്ത് സംസ്ഥാനത്ത് അഹമ്മദാബാദ് നഗരത്തിനടുത്തായിട്ട് ജമാൽപൂർ എന്ന മനോഹരമായ സ്ഥലമുണ്ട്. ഇവിടെ പേര് കേട്ടൊരു ഫ്ലവർ മാർക്കറ്റ് ഉണ്ട്. എന്നും നിരവധി ആളുകൾ കൂടുന്ന സ്ഥലമായതുകൊണ്ട് എപ്പോഴും ആ പ്രദേശത്ത് വളരെ തിരക്കായിരിക്കും. അതിരാവിലെ തന്നെ പൂക്കൾ വാങ്ങുവാനായിട്ട് ഒരുപാട് വ്യാപാരികളും പൊതുജനങ്ങളും ചന്തയിൽ തടിച്ചുകൂടും. എപ്പോഴും തിരക്ക് പിടിച്ച ഈ സ്ഥലത്തുള്ള ഒരു ചെറിയ വീട്ടിലായിരുന്നു ഷംസുദ്ദീനും ഭാര്യയും തന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം 2010 കാലഘട്ടത്തിൽ ജീവിച്ചു വന്നത്. ആ വീട്ടിലുള്ളത് ഷംസുദ്ദീന്റെ ജ്യേഷ്ഠൻ, ജ്യേഷ്ഠന്റെ ഭാര്യ, ജ്യേഷ്ഠന്റെ കുട്ടികൾ, ഷംസുദ്ദീന്റെ കുട്ടികൾ, അങ്ങനെ തുടങ്ങിയ ഒരു വലിയ കൂട്ടുകുടുംബമാണ്. തുടക്കത്തിൽ ഇവരുടെ ജീവിതം വളരെ നന്നായിട്ടാണ് പോയത്. യാതൊരു പ്രശ്നവുമില്ല. ഷംസുദ്ദീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിന്റെ തുടക്കത്തിൽ അയാൾ ഒരു ടാക്സി ഡ്രൈവർ ആയിരുന്നു. അതിനുശേഷം കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് വന്നു. പിന്നീട് ചെറിയ ചെറിയ കെട്ടിടങ്ങളും മറ്റും പണിയാൻ തുടങ്ങി. വലിയ വർക്കൊന്നുമല്ല, ആ നാട്ടിൽ ആർക്കെങ്കിലും ബാത്റൂം പണിതു കൊടുക്കുക, ചില ചെറിയ വീടുകൾ ചെയ്തു കൊടുക്കുക, അങ്ങനെ തുടങ്ങിയ അല്ലറ ചില്ലറ ചെറിയ കോൺട്രാക്റ്റുകൾ. ക്രമേണ അയാൾ തന്റെ ബിസിനസ് അടുത്ത ഘട്ടത്തിലേക്ക് വികസിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ എത്ര കഠിനമായിട്ട് അധ്വാനിച്ചിട്ടും അയാൾക്ക് യാതൊരു മേൽഗതിയും ഉണ്ടായില്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അയാളുടെ അടുത്തേക്ക് ഇത്തരം യാതൊരു ജോലിയും വരാതെയായി. അതോടെ വീണ്ടും പഴയ ടാക്സി ഡ്രൈവറുടെ കുപ്പായമണിഞ്ഞ് തന്റെ കുടുംബത്തെ പോറ്റേണ്ടി വന്നു. ഇങ്ങനെ ജീവിതം തട്ടിമുട്ടി പോകുന്ന സമയത്താണ് അവരുടെ വീട്ടിൽ ചില അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് പാരാനോർമൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുവാൻ തുടങ്ങിയത്. തുടക്കത്തിൽ ഇങ്ങനെയാണ് ഇതുണ്ടായത്. ഷംസുദ്ദീൻ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കാതുകളിൽ ഏതോ ഒരു സ്ത്രീയുടെ ശബ്ദം കേൾക്കും. മറ്റു ചിലപ്പോൾ ചിലങ്കയുടെ ശബ്ദം ആ വീട്ടിലാകെ മുഴങ്ങി കേൾക്കും. വൈകാതെ ഏതോ ഒരു നിഴൽ രൂപം അയാളെ മറികടന്ന് നടന്നു പോകും, അല്ലെങ്കിൽ അയാളുടെ മുൻപിൽ ഇത് വന്നു നിൽക്കും. അതുപോലെ ആ രൂപം തന്നെ പേര് ചൊല്ലി വിളിക്കുമ്പോഴേക്ക് ഷംസുദ്ദീന് തോന്നുവാൻ തുടങ്ങി. ആ ശബ്ദം അയാളോട് ഇങ്ങനെ പറഞ്ഞു, നീ എന്തിനാണ് ഇനിയും ഈ വീട്ടിൽ താമസിക്കുന്നത്? എത്രയും വേഗം ഇവിടെ നിന്നും ഇറങ്ങിപ്പോകണം. ഇത്തരം കാര്യങ്ങൾ അയാൾക്ക് മാത്രമല്ല അനുഭവപ്പെട്ടത്. ആ കുടുംബത്തിലുള്ള മറ്റെല്ലാവരും ഷംസുദ്ദീൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ കാണുവാൻ തുടങ്ങി. എല്ലാവരും ഭയന്നു വിറച്ചു. ചിലപ്പോഴൊക്കെ ജനലിന് പുറത്തായിട്ട് ആരോ നിൽക്കുന്നത് അവർ കണ്ടു. അതും ഒരു സ്ത്രീ രൂപം. ആ സ്ത്രീ വീടിന്റെ ഉള്ളിലൂടെ ചില സമയങ്ങളിൽ നടന്നു പോകുന്നതുവരെ അവരെല്ലാവരും കണ്ടു. പ്രത്യേകിച്ചും കിച്ചൺ ഭാഗത്താണ് അതിനെ കൂടുതലായിട്ടും കാണപ്പെട്ടത്. വൈകാതെ ആ സ്ത്രീ എല്ലാവരുടെയും സ്വപ്നങ്ങളിൽ വന്ന് ഒന്നുപോലെ ഇങ്ങനെ പറയുവാൻ തുടങ്ങി, നിങ്ങൾ എന്തിനാണ് ഇവിടെ താമസിക്കുന്നത്? ഇത് എൻ്റെ സ്ഥലമാണ്. ഇനിയും ഇവിടെ താമസിച്ചാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. നിങ്ങൾ എത്രയും വേഗം ഇവിടെ നിന്നും ഇറങ്ങിപ്പോകണം. ഷംസുദ്ദീന്റെ വീട്ടിൽ മാത്രമായിരുന്നില്ല ഇത്തരം പാരാനോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നത്. സമാനമായിട്ടുള്ള ഇതേ അനുഭവം മറ്റൊരു കുടുംബത്തിനുമുണ്ടായി. ഇവർ താമസിക്കുന്ന ആ സ്ഥലത്തു നിന്നും ഏകദേശം 8 കിലോമീറ്റർ മാറി കുത്തം നഗർ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ സാലിയ ബീബി എന്നൊരു സ്ത്രീ തൻ്റെ മകൾ, മരുമകൻ, കൂടാതെ സഹോദരങ്ങൾ, ഇത്രയും ആളുകൾക്കൊപ്പം ഒരു ചെറിയ വീട്ടിലാണ് കഴിയുന്നത്. വളരെ ചെറിയ ഷീറ്റിട്ടൊരു വീടാണിത്. ആ വീട്ടിലാണ് അത്രയും പേർ തിങ്ങി ഞെരുങ്ങി ജീവിച്ചു വരുന്നത്. ഇവരുടെ വീട്ടിലും ഷംസുദ്ദീൻ്റെ വീട്ടിലുണ്ടായതുപോലെയുള്ള പാരാനോർമൽ ആക്ടിവിറ്റി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. മേൽ പറഞ്ഞതുപോലെയുള്ള അമാനുഷികമായിട്ടുള്ള കാഴ്ചകളും ശബ്ദങ്ങളും അവരും വർഷങ്ങളായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ വേദനയോടെയുള്ള കരച്ചിൽ ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിൽ നിന്നും ഉയരും. അതോടൊപ്പം ഒരു ശബ്ദവും, നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്? നിങ്ങൾ ഈ വീട് കാലിയാക്കി പോകണം. ഇതിനു മുകളിൽ ഇനിയും നിങ്ങൾ താമസിച്ചാൽ ഞാൻ ആരെയും വെറുതെ വിടില്ല, എല്ലാവരെയും കൊലപ്പെടുത്തും. സാലിയ ബീബിക്കും കുടുംബത്തിനും എന്ത് ചെയ്യണമെന്നറിയില്ല. രാത്രിയായാൽ വീട് വിട്ട് പുറത്തു വരുവാൻ തന്നെ അവർ പേടിച്ചു. എന്തിനേറെ ഓരോരുത്തരും അവരവരുടെ റൂം വിട്ട് പുറത്തു വരുവാൻ തന്നെ പേടിച്ചു. കാരണം അവർ അത്രയേറെ ഭയന്നിരുന്നു. വൈകാതെ ഈ ആത്മാവ് പറഞ്ഞതുപോലെ ആ വീട്ടിലുള്ള ഓരോരുത്തരുടെയും ആരോഗ്യനില ക്രമേണ മോശമായി തുടങ്ങി. രോഗങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് അവരെ ആക്രമിച്ചു. ചികിത്സാ ചെലവുകൾ താങ്ങുവാൻ കഴിയാത്ത അവസ്ഥയിലായി. ജീവൻ പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അവസാനം സങ്കടത്തോടെ സാലിയ ബീബിയും വീട്ടുകാരും ഒരു തീരുമാനമെടുത്തു, ഇനി ഇവിടെ നമ്മൾ താമസിക്കണ്ട, നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്നും വേറൊരു വീട്ടിലേക്ക് താമസം മാറാം. അങ്ങനെയാണ് വത്വ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഒരു സ്ഥലത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് അവർ താമസം മാറിയത്. എന്നാൽ അതുകൊണ്ടും പ്രേതം അവരെ വെറുതെ വിട്ടില്ല. അതവരുടെ പിന്നാലെ ഉണ്ടായിരുന്നു. പുതിയ വീട്ടിലെത്തിയിട്ടും അവരെ അത് ശല്യം ചെയ്തു. മൈലുകൾ അകലെയുള്ള ഈ 2 കുടുംബത്തിലും ഒരേപോലെ മാറി മാറി ഇത്തരം അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതിനിടെ മറ്റൊരു കാര്യം കൂടി സംഭവിക്കാൻ തുടങ്ങി. ഈ 2 കുടുംബത്തിലുള്ള ചില ആളുകൾ അപ്രതീക്ഷിതമായിട്ട് മരിക്കുവാൻ തുടങ്ങി. നമ്മൾ തുടക്കത്തിൽ കണ്ട ഷംസുദ്ദീൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. അതേസമയത്ത് മറുവശത്ത് സാലിയ ബീബി ഈ കാഴ്ചകളെല്ലാം കണ്ട് ഹൃദയം തകർന്ന് രോഗബാധിതയായി. അവർ കിടപ്പിലായി. പിന്നെ ഭയം മൂലം മരണപ്പെടുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ 2 കുടുംബത്തിനും അമാനുഷികമായിട്ടുള്ള ഈ കാര്യങ്ങൾക്കും തമ്മിൽ എന്താണ് ബന്ധം? അവർ കാണുകയും കേൾക്കുകയും ചെയ്ത പ്രേതരൂപം ആരുടെയാണ്? ഗുജറാത്തിലെ വത്വ എന്ന പ്രദേശത്ത് നടന്ന ഒരു പാരാനോർമൽ ക്രൈമിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ അടുത്ത കാലത്ത് ഗുജറാത്ത് പോലീസ് ഈ കേസ് വളരെ വിദഗ്ധമായിട്ട് തെളിയിച്ചു. പല ട്വിസ്റ്റുകളും ടേണുകളും ഈ കഥയിൽ നിങ്ങളെയും കാത്തിരിപ്പുണ്ട്. 2012 സാലിയ ബീബി നിഗൂഢമായിട്ട് മരിച്ചു.
പ്രേതഭയം തന്നെയായിരുന്നു മരണകാരണം. അതിനുശേഷം അവരുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ ഭയം ഇരട്ടിയായി. സാലിയ ബീബിയുടെ മരണശേഷം അവരുടെ മരുമകനായ സാദിഖിനാണ് പിന്നീട് പ്രേതത്തിന്റെ ശല്യം ഉണ്ടായത്. അയാളാണ് പിന്നീട് ഈ ശബ്ദം അടിക്കടി കേൾക്കുവാൻ തുടങ്ങിയത്. വീടിന് പുറത്തിറങ്ങുവാൻ പോലും അയാൾ പേടിച്ചു. അതവിടെ നിൽക്കട്ടെ, ഇനി നമുക്ക് ആദ്യം കണ്ട ഷംസുദ്ദീന്റെ വീട്ടിലേക്ക് പോവാം. 2015 ഷംസുദ്ദീൻ മരണപ്പെട്ടു. അതോടെ ആ കുടുംബവും ഭയത്തിലായി. തന്റെ അനിയന് സംഭവിച്ചതുപോലെ തനിക്ക് സംഭവിക്കുമോ എന്ന് ഷംസുദ്ദീന്റെ ജ്യേഷ്ഠനായ ഇക്ബാൽ പേടിച്ചു. ഷംസുദ്ദീന്റെ മരണശേഷവും കാര്യങ്ങൾ ശാന്തമായില്ല. അപ്പോഴും അവരുടെ വീട്ടിൽ ഇത്തരം അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒടുവിൽ ഇക്ബാൽ ഇങ്ങനെ വിചാരിച്ചു, ഇതിന് എന്തെങ്കിലും പരിഹാരം കാണാതെ മുൻപോട്ട് പോകുവാനായിട്ട് കഴിയില്ല. ഇതിന്റെ യഥാർത്ഥ കാരണം അറിഞ്ഞേ തീരൂ. എന്തുകൊണ്ടാണ് ഇത്തരം ശബ്ദവും രൂപവും തങ്ങൾ കാണുന്നത്? ആരാണ് ഈ പെൺകുട്ടി? ഈ ശല്യത്തിൽ നിന്നും എങ്ങനെയാണ് രക്ഷപ്പെടുക? അയാൾ തനിക്ക് അറിയാവുന്ന സുഹൃത്തുക്കൾ മുഖേന പ്രേതങ്ങളെ ഓടിക്കുവാനായിട്ട് കഴിവുള്ള സൽമന്ത്രവാദികളെയും അതുപോലെ ദുർമന്ത്രവാദികളെയും സമീപിച്ചു. പിന്നെ തന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്തെങ്കിലും ചെയ്ത് ആ പ്രേതത്തെ ഒന്ന് ഓടിച്ചു തരുവാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ ധാരാളം മന്ത്രവാദികളെയാണ് അയാൾ സമീപിച്ചത്. മേൽ പറഞ്ഞ മന്ത്രവാദികളും അയാളുടെ വീട്ടിലേക്ക് വന്ന് നിരവധി പൂജകളും പരിഹാരങ്ങളും ചെയ്യുവാൻ തുടങ്ങി. അതിനുവേണ്ടി ആ കുടുംബത്തിലുള്ള സമ്പാദ്യം മുഴുവനും വെള്ളം പോലെ ഒഴുകി. പക്ഷേ പ്രേതശല്യം മാത്രം മാറിയില്ല. അവസാന ശ്രമമെന്നോണം ഇക്ബാൽ മറ്റൊരു പേര് കേട്ട ദുർമന്ത്രവാദിയെ പോയി കാണുകയാണ്. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ മന്ത്രവാദി അയാളോട് ഒറ്റ ചോദ്യമാണ് ചോദിച്ചത്. നിങ്ങൾ ഇതിനു മുൻപ് ഏതെങ്കിലും സ്ത്രീകൾക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ കാരണം അവരുടെ ആത്മാവ് ശാന്തി കിട്ടാതെ അലയുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാരാണ്? എന്താണ് സംഭവം? മന്ത്രവാദിയുടെ അടുത്തും വക്കീലിന്റെ അടുത്തും നുണ പറയുവാൻ പാടില്ല. അപ്പോൾ വേദനയോടെ തലയും കുനിച്ച് ഇക്ബാൽ തന്റെ ജീവിതത്തിൽ വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവം ആ മന്ത്രവാദിയോട് പറഞ്ഞു. ഇക്ബാലിന്റെ കുമ്പസാരം കേട്ടതും ആ മന്ത്രവാദി ഒരു കാര്യം തീരുമാനിച്ചു. ഇക്ബാലിന്റെ വീട്ടിൽ കർമ്മം ചെയ്തിട്ട് യാതൊരു പ്രയോജനവുമില്ല. സമാനമായ രീതിയിൽ പ്രേതശല്യം കൊണ്ട് കഷ്ടപ്പെട്ട സാലിയ ബീബിയുടെ ഫാമിലിയെ കാണണം. അതിനുശേഷം അവരെയും കൂട്ടി പ്രേതശല്യം കാരണം വർഷങ്ങൾക്ക് മുൻപ് അവർ ഉപേക്ഷിച്ച, അവർ പണ്ട് താമസിച്ച പഴയ വീട്ടിലേക്ക് പോകണം. ഈ ബാധ ഒഴിപ്പിക്കുവാനായിട്ട് അവിടെയാണ് പൂജകൾ ചെയ്യേണ്ടത്. അപ്പോൾ മാത്രമാണ് ഇത് ഒഴിയൂ. അങ്ങനെ ഇക്ബാലിന്റെ കുടുംബത്തെയും സാലിയ ബീബിയുടെ വീട്ടിലുള്ള മൊത്തം ആളുകളെയും വിളിച്ചുകൂട്ടി അവർ ആ വീട്ടിലെത്തി. അയാൾ മന്ത്രവാദ ക്രിയകൾ ചെയ്യുവാൻ തുടങ്ങി. പക്ഷെ അതുകൊണ്ടും പ്രയോജനമുണ്ടായില്ല. പ്രേതശല്യം രൂക്ഷമായതല്ലാതെ കുറഞ്ഞില്ല. ഇതിനിടയിൽ മറ്റു ചില ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഈ രണ്ട് കുടുംബത്തിലെയും അംഗങ്ങൾ തങ്ങൾക്ക് ദുർമരണം സംഭവിക്കുന്ന സ്വപ്നങ്ങൾ ആവർത്തിച്ച് കാണുവാൻ തുടങ്ങി. കൂടാതെ ഇവർ സഞ്ചരിക്കുന്ന വാഹനങ്ങളും മറ്റും അവിചാരിതമായിട്ട് ആക്സിഡന്റ് ആകുവാൻ തുടങ്ങി. പലപ്പോഴും കഷ്ടിച്ചാണ് അവർ രക്ഷപ്പെട്ടത്. വൈകാതെ ഈ വാർത്ത അവിടെയുള്ള മറ്റു ജനങ്ങളും അറിഞ്ഞു. അവരും ഒന്നുപോലെ ഈ പ്രേതത്തെ ഭയപ്പെട്ടു. സാലിയ ബീബിയുടെ ആ പഴയ വീട് ഒരു പ്രേതവീടായിട്ട് മാറി. പരിസരത്തുള്ള എല്ലാവരും ആ വീട്ടിലേക്ക് നോക്കി പേടിച്ചു വിറച്ചു. കഴിഞ്ഞ 10 വർഷമായിട്ട് ആ വീട് പൂട്ടിയിട്ടിരിക്കുന്നത് കാരണം ശരിക്കും ഞെട്ടിക്കുന്നൊരു അന്തരീക്ഷമായിരുന്നു അവിടെ. ഇപ്പോൾ നടക്കുന്ന 2025-26 കാലത്ത് പോലും ആ വീടിന്റെ മുൻപിലൂടെ സഞ്ചരിക്കുവാനായിട്ട് ആ തെരുവിലുള്ളവർ പേടിച്ചിരുന്നു. അപ്പോൾ തന്നെ മനസ്സിലാക്കാം അവിടെയുള്ളവരുടെ മാനസികാവസ്ഥ. അങ്ങനെ ഇരിക്കവേ സാലിയ ബീബിയുടെ വീടും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളും ക്രൈംബ്രാഞ്ചിന്റെ ചെവിയിലെത്തി. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻഫർമേഷൻ കൈമാറുന്ന ചില ഇൻഫോർമർമാരുണ്ട്. ഇത്തരം ആളുകൾ എല്ലായിടത്തുമുണ്ട്. അവരാണ് ഈ കഥകൾ ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചത്. സ്വാഭാവികമായിട്ടും പോലീസ് ചിന്തിക്കുക ഇത് ജനങ്ങളുടെ അന്ധവിശ്വാസമായിരിക്കും. എന്നാൽ അവരിൽ ഒരു ഓഫീസർ നേരെ മറിച്ചാണ് ചിന്തിച്ചത്. ജനങ്ങൾ എന്തിനാണ് ഒരു വീടിനെ പ്രേതവീട് എന്ന് പറയുന്നത്? അതിന്റെ കാരണം എന്താണ്? ഇങ്ങനെ ഒരു കഥ പടച്ചുവിട്ടതുകൊണ്ട് അവർക്ക് എന്താണ് ലാഭം? ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കുമോ? ഒരുപക്ഷെ ഒരു ക്രൈമിന്റെ ബാക്കി പത്രമായിരിക്കുമോ ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങൾ? ഒരു ദിവസം ഇതേക്കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് അദ്ദേഹം അവിടേക്ക് പോയി. എന്നിട്ട് അവിടെയുള്ള അയൽവാസികളോട് കാര്യങ്ങൾ വിശദമായിട്ട് തിരക്കി. എന്തുകൊണ്ടാണ് ഈ വീടിനെ നിങ്ങൾ പ്രേതവീട് എന്ന് പറയുന്നത്? അതിനു മാത്രം എന്താണ് ഈ വീട്ടിൽ നടക്കുന്നത്? അവർ അദ്ദേഹത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്: സാർ, അതേക്കുറിച്ചൊന്നും ഞങ്ങൾക്കറിയില്ല. വർഷങ്ങളായിട്ട് ഈ വീട് അടഞ്ഞു കിടക്കുകയാണ്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ വീട്ടിൽ മുൻപ് താമസിച്ചിരുന്ന ആൾക്കാരും ഇക്ബാൽ എന്ന ആളുടെ വീട്ടുകാരും ഒത്തുകൂടി ഇവിടെ ധാരാളം പൂജകളും മറ്റും ചെയ്തു. എന്തിനാണ് ഈ പൂജകളെന്ന് ചോദിച്ചപ്പോൾ അവർ അടുപ്പമുള്ളവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇവരുടെ സ്വപ്നങ്ങളിൽ പതിവായിട്ട് ഒരു പ്രേതം വരാറുണ്ട്. അവർക്കെല്ലാവർക്കും അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നുപോലെ സംഭവിക്കുന്നു. രാത്രി സമയത്ത് അവരുടെ തലയ്ക്കൽ ആ രൂപം വന്നു നിൽക്കും. കുടുംബത്തിൽ അടിക്കടി ദുർമരണം സംഭവിക്കുന്നു. അത് ഒഴിവാക്കുവാനാണ് ഈ പൂജകൾ. അതോടെ ഞങ്ങൾക്കും ഭയമായി. ഞങ്ങൾ ആ വീടിരിക്കുന്ന തെരുവ് ഒഴിവാക്കി സഞ്ചരിക്കുവാൻ തുടങ്ങി. മറ്റൊരു തെരുവ് ചുറ്റി വളഞ്ഞാണ് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകാറ്. ഇത് കേട്ട ആ പോലീസ് ഓഫീസറുടെ സംശയം ഇരട്ടിയായി. ഈ വീട്ടിൽ എന്തോ ഒരു ക്രൈം നടന്നിട്ടുണ്ടോ എന്ന് അയാൾക്ക് സംശയം തോന്നി. ഈ രണ്ട് കുടുംബത്തെയും നിരീക്ഷിച്ചാൽ എന്തെങ്കിലും ഒരു സൂചന കിട്ടുവാനായിട്ട് സാധ്യതയുണ്ട്. ജനങ്ങൾ പറയും പോലെ പ്രേതമൊന്നും ആയിരിക്കില്ല ഇതിന് പിന്നിൽ. അദ്ദേഹം തന്റെ സംശയം മേലധികാരിയെ അറിയിച്ചു. ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണം ഏറ്റെടുത്തു. മേൽ പറഞ്ഞ ഓഫീസറുടെ കൂടെ മറ്റ് ഏതാനും പോലീസുകാരെ കൂടി ഉൾപ്പെടുത്തി ഈ കേസ് അന്വേഷിക്കുവാനായിട്ടൊരു ടീം ഉണ്ടാക്കി. അവർ മഫ്തിയിൽ വന്ന്
അവിടെയുള്ള ജനങ്ങളോട് ഇടപെട്ട് ഇക്ബാലിന്റെ സാലിയ ബീവിയുടെ ഫാമിലിയെക്കുറിച്ച് അന്വേഷിച്ചു. ആ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്നൊരു കാര്യം അവർ കണ്ടുപിടിച്ചു. ഈ കണ്ടെത്തൽ വളരെ സംശയാസ്പദമായിട്ടുള്ള ഒന്നായിരുന്നു. ഇതോടെ അവരുടെ വീട്ടിൽ വന്ന് മന്ത്രവാദം ചെയ്ത ആ മന്ത്രവാദിയെ എങ്ങനെയെങ്കിലും കണ്ടെത്തിയാൽ ഈ അന്വേഷണത്തിൽ ഒരു ലീഡ് കിട്ടുമെന്ന് അവർക്ക് തോന്നി. വൈകാതെ അവർ ആ മന്ത്രവാദിയെ കണ്ടെത്തി അയാളെ സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായിട്ട് ചോദ്യം ചെയ്തു. അപ്പോഴാണ് അയാളുടെ വായിൽ നിന്നും ഗുജറാത്ത് പോലീസ് അന്നുവരെയും കാണാത്ത, അവരുടെ റെക്കോർഡിൽ ഇന്നുവരെയും പതിയാത്ത, ആരും അറിയാതെ മറിഞ്ഞു കിടന്നൊരു കൊലപാതകത്തിന്റെ ഡീറ്റെയിൽസ് പുറത്തു വന്നത്. മന്ത്രവാദിയുടെ മൊഴി ഗുജറാത്ത് പോലീസിനെ ഞെട്ടിക്കുന്നതായിരുന്നു. 34 വർഷം മുൻപ് നടന്ന ഒരു കുറ്റകൃത്യമാണ് അയാൾ വെളിപ്പെടുത്തിയത്. ക്രൈം നടന്ന ഇത്രയും വർഷമായിട്ടും പോലീസിൽ ആരും ഇതേക്കുറിച്ചൊരു പരാതി പോലും കൊടുത്തിരുന്നില്ല. പിന്നെ അമാന്തമുണ്ടായില്ല. ഓഫീസർമാർ ഇക്ബാലിന്റെ സാലിയ ബീബിയുടെയും കുടുംബത്തിലുള്ള സകല ആളുകളെയും നിരീക്ഷിക്കുവാൻ തുടങ്ങി. അവർ സാലിയ ബീബിയുടെ മരുമകനെയും മക്കളെയും ചോദ്യം ചെയ്തു. മരിച്ചുപോയ ഷംസുദ്ദീന് റിസ്വാൻ എന്നൊരു അനിയനുണ്ടായിരുന്നു. ഈ റിസ്വാനെയും വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്തു. ഷംസുദ്ദീനെ കുറിച്ച് ചോദിച്ചപ്പോൾ റിസ്വാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: തൻ്റെ ചേട്ടൻ 2015 ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. അവനെയായിരുന്നു മേൽപ്പറഞ്ഞ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് ബാധിച്ചത്. ഇത് കേട്ട പോലീസ് വളരെ ബുദ്ധിപരമായിട്ട് അവനോടൊരു ചോദ്യം ചോദിച്ചു. ശരി, ഷംസുദ്ദീൻ ഹാർട്ട് അറ്റാക്ക് വന്നാണല്ലോ മരിച്ചത്, അതിൻ്റെ തെളിവെന്താണ്? ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്നതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടും ഡെത്ത് സർട്ടിഫിക്കറ്റും എവിടെയാണ്? ഞങ്ങൾക്കതൊന്ന് കാണണം. ഈ ചോദ്യത്തിന് റിസ്വാന് യാതൊരുവിധ മറുപടിയുമില്ലായിരുന്നു. ഇങ്ങനെ ഒരു ചോദ്യം അവൻ പ്രതീക്ഷിച്ചുമില്ല. റിസ്വാന്റെ ഫേസ് റിയാക്ഷൻ മാറും തോറും പോലീസിന്റെ സംശയം ബലപ്പെട്ടു. ഇവൻ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്, അതവർക്ക് നല്ല ഉറപ്പായി. പിന്നെ അവർ അവരുടെ രീതിയിൽ റിസ്വാനെ ചോദ്യം ചെയ്തു. അപ്പോഴാണ് മറ്റൊരു സത്യം പുറത്തേക്ക് വന്നത്. മരിച്ചുപോയെന്ന് ഇത്രയും കാലം ജനങ്ങൾ വിശ്വസിച്ച ഷംസുദ്ദീൻ യഥാർത്ഥത്തിൽ മരിച്ചിട്ടില്ല. അവൻ ജീവനോടെയുണ്ട്. വേഷപ്രച്ഛന്നനായിട്ടും മറ്റൊരു പേരിൽ ഇതേ അഹമ്മദാബാദിൽ കുടുംബത്തെയും പിരിഞ്ഞൊരു റൂം എടുത്ത് ഒരു ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നു. അയാൾ എന്തിനിങ്ങനെ ചെയ്യണം? ഉടനെ അവർ ഷംസുദ്ദീനെ അറസ്റ്റ് ചെയ്തു. പിന്നെ വിശദമായിട്ട് ചോദ്യം ചെയ്തു. അപ്പോഴാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവരുടെ വീടുകളിൽ നടന്ന പാരാനോർമൽ ആക്ടിവിറ്റിയെക്കുറിച്ചും ഇവർക്കും സാലിയ ബീബിയുടെ കുടുംബത്തിനും തമ്മിൽ എന്താണ് ബന്ധം എന്ന് തുടങ്ങിയ സകല കാര്യങ്ങളും പോലീസിന് മനസ്സിലായത്. ഇവരെ ചോദ്യം ചെയ്ത പോലീസ് അവരിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ സാലിയ ബീബിയും കുടുംബവും വർഷങ്ങൾക്ക് മുൻപ് ഉപേക്ഷിച്ച ആ വീട്ടിലെത്തി. ആ വീടിന് മുന്നിലായിട്ട് ഒരു ചെറിയ സിമെന്റ് കൊണ്ട് തീർത്ത പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. അവർ JCB ഉപയോഗിച്ചത് തകർത്തു. എന്നിട്ട് താഴേക്ക് കുഴിക്കുവാൻ തുടങ്ങി. അതിനടിയിൽ മണ്ണിട്ട് മൂടിയൊരു കിണറായിരുന്നു. കുഴിച്ചു ഉള്ളിലേക്ക് പോകും തോറും ഓരോരോ തെളിവുകൾ പുറത്തേക്ക് വന്നു. ആദ്യം കിട്ടിയത് ഒരു ഗോൾഡ് റിംഗ് ആയിരുന്നു. ഏകദേശം 20 അടി താഴ്ചയിലെത്തിയപ്പോൾ 18ഓളം അസ്ഥി കഷ്ണങ്ങൾ അവർക്ക് കിട്ടി. ഇതിനോടകം അവിടെ തമ്പടിച്ച മീഡിയയും അയൽവാസികളും ഇത് കണ്ട് ഞെട്ടിവിറച്ചു. ഉടനെ പോലീസ് സംഭവസ്ഥലത്തേക്ക് ഫോറൻസിക് ടീമിനെ വിളിച്ചു വരുത്തി. ആ അസ്ഥികൾ അവർ പരിശോധിച്ചു. ഒരു മനുഷ്യന്റെ അസ്ഥികളായിരുന്നു അത്. ഫോറൻസിക് ടീം പറഞ്ഞത് ഈ വ്യക്തി മരിച്ചിട്ട് ഏറ്റവും കുറഞ്ഞത് 30 വർഷമെങ്കിലും മുകളിലായിട്ടുണ്ട്. തുടയുടെ ഭാഗത്തു നിന്നുമുള്ള ചില പാർട്ടിക്കിൾസും അവർക്ക് അവിടെ നിന്നും കിട്ടി. അതിൽ നിന്ന് DNA വേർതിരിച്ചെടുക്കുവാൻ കഴിയും. ഉടനെ ആ സാമ്പിളുകൾ അവർ ലാബിലേക്ക് അയച്ചു. DNA വേർതിരിച്ച് കിട്ടിയതിന്റെ പിന്നാലെ പോലീസ് നേരെ പോയത് ലിയാഖത്ത് അലി എന്ന ഒരാളുടെ വീട്ടിലേക്കാണ്. ലിയാഖത്ത് അലിയുടെ വീടിന്റെ ഡോറിൽ പോലീസ് മുട്ടി. അപ്രതീക്ഷിതമായിട്ട് പോലീസിനെ കണ്ട അയാളും കുടുംബവും ആശങ്കയിലായി. താനൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാണ് പോലീസ് വന്നത്? ആ ഒരു സംശയത്തോടെയാണ് അയാൾ പോലീസിനോട് സംസാരിച്ചത്. പോലീസ് ലിയാഖത്ത് അലിയോട് നിങ്ങളുടെ ഫാമിലിയിൽ ആരൊക്കെയുണ്ട്, നിങ്ങൾക്ക് എത്ര സഹോദരങ്ങളുണ്ട്, അവരിപ്പോൾ എവിടെയാണെന്ന് അന്വേഷിച്ചു. ലിയാഖത്ത് അലി അവരോട്, സാർ, എനിക്ക് 4 സഹോദരന്മാരും 2 സഹോദരിമാരുമുണ്ട്. അതിൽ 3 സഹോദരന്മാർ മരിച്ചുപോയി. ഇപ്പോൾ ജീവനോടെയുള്ളത് ഒരു സഹോദരനും 2 സഹോദരിമാരുമാണ്. അതിൽ ശബ്ദം എന്ന സഹോദരി ഞങ്ങളുടെ കൂടെയുണ്ട്. എന്നാൽ ഫർസാന എന്ന സഹോദരി മാത്രം എവിടെയാണെന്ന് അറിയില്ല. 17-18 വയസ്സുള്ളപ്പോൾ അവൾ ഒളിച്ചോടി. ഇപ്പോൾ അവൾ എവിടെയാണെന്ന് ഞങ്ങൾക്കും അറിയില്ല. ലിയാഖത്ത് അലി ഇത് പറഞ്ഞതും പോലീസ് അയാളോട് ഇതുവരെ നടന്ന കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു. പിന്നെ അയാളുടെ ഉമിനീരെടുത്ത് DNA എടുക്കുവാനായിട്ട് ലാബിലേക്ക് അയച്ചു. തുടർ പരിശോധനയിൽ സാലിയ ബീബിയുടെ വീടിന് മുന്നിലെ കിണറ്റി കുഴിച്ചിട്ടത് 17 വയസ്സിൽ വീട് വിട്ട് ഓടിപ്പോയ ഫർസാനയാണെന്ന് തെളിഞ്ഞു. 34 വർഷങ്ങളായിട്ട് മൂടിക്കിടന്നൊരു കൊലപാതകമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നത്. അത്രയും കാലം വരെ ഫർസാനയുടെ കുടുംബക്കാർ വിചാരിച്ചത് ഫർസാന എവിടെയോ ജീവനോടെ ഉണ്ടെന്നാണ്. എപ്പോൾ വേണമെങ്കിലും അവൾ മടങ്ങി വരാം. എന്നാൽ ഈ വാർത്ത അറിഞ്ഞ ആ കുടുംബം തകർന്നുപോയി. ഫർസാന എന്തിനാണ് 17-ാം വയസ്സിൽ ഒളിച്ചോടിയത്? എങ്ങനെയാണ് 34 വർഷങ്ങൾക്ക് മുൻപ് ഈ കിണറ്റിൽ അവൾ സമാധിയായത്? അവൾക്കും സാലിയ ബീബിക്കും തമ്മിൽ എന്താണ് ബന്ധം? സാലിയ ബീബിക്കും ഷംസുദ്ദീനും തമ്മിൽ എന്താണ് ബന്ധം? ഫർസാനയ്ക്ക് അന്ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അതറിയണമെങ്കിൽ നമ്മൾ വർഷങ്ങൾക്ക് പിന്നിലേക്ക് സഞ്ചരിക്കണം. 1988 ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ഒരു നഗരത്തിലാണ് ഫർസാനയുടെ കുടുംബക്കാർ ജീവിച്ചു വന്നത്. ഫർസാനയ്ക്ക് 17 വയസ്സുള്ളപ്പോൾ സൂറത്തിൽ നിന്നുമുള്ള ഒരാൾക്ക് അവളെ വിവാഹം ചെയ്തു കൊടുത്തു. തുടക്കത്തിൽ ആ ബന്ധം നന്നായിട്ടാണ് പോയത്. എന്നാൽ പോകെ പോകെ ഫർസാനയും ഭർത്താവും തമ്മിൽ സ്ഥിരമായിട്ട് വഴക്ക് തുടങ്ങി. അതിന് കാരണവും ഫർസാനയായിരുന്നു. അവൾക്ക് നിരവധി പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഭർത്താവ് അറിയാതെ അവരുടെ കൂടെ പലയിടത്തും അവൾ പോകും. ഇതായിരുന്നു കുടുംബ കലഹത്തിന് കാരണം.
അവസാനം രണ്ടുപേരും വേർപിരിഞ്ഞു. ഫർസാന മറ്റു വഴിയില്ലാതെ തന്റെ അമ്മയുടെ കൂടെ ജീവിക്കുവാൻ തുടങ്ങി. വീട്ടിൽ മടങ്ങിയെത്തിയ ശേഷം അവൾ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് മുൻപോട്ട് പോയി. ദിവസങ്ങൾ മുൻപോട്ട് പോകവേ അവൾ പണത്തിന് വേണ്ടിയിട്ട് മറ്റു പുരുഷന്മാരുടെ കൂടെ പോകുവാൻ തുടങ്ങി. ഇതറിഞ്ഞ ഫർസാനയുടെ അമ്മയും സഹോദരങ്ങളും അവളെ ചോദ്യം ചെയ്തു. മുൻകോപക്കാരിയായ ഫർസാന അവരോട്, ഞാൻ ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല, ഇനി എന്നെ അന്വേഷിക്കരുത് എന്നും പറഞ്ഞ് വീട് വിട്ടിറങ്ങി. ഗുജറാത്തിൽ നിന്നും നേരെ ബോംബെയിലേക്കാണ് അവൾ വണ്ടി കയറിയത്. അസാമാന്യ സൗന്ദര്യം തനിക്കുള്ളതുകൊണ്ട് ബോളിവുഡിൽ ചാൻസ് അന്വേഷിക്കുവാനായിരുന്നു ആ യാത്ര. എന്നാൽ സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നും യാതൊരു ഓഫറും അവൾക്ക് വന്നില്ല. മുംബൈ നഗരത്തിൽ ജീവിക്കണമെങ്കിൽ പണവും വേണം. അങ്ങനെ ഫർസാന വീണ്ടും പഴയ തൊഴിലിലേക്ക് മടങ്ങി. ഈ സമയത്ത് ബോംബെയിൽ ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു ഷംസുദ്ദീൻ. ഒരു ദിവസം ഇരുവരും പരിചയപ്പെട്ടു. അതിസുന്ദരിയായ ഫർസാനയെ കണ്ടതും ഷംസുദ്ദീൻ മയങ്ങി. ഇരുവരും ഇഷ്ടത്തിലായി. ഒരു ഘട്ടത്തിൽ ഇരുവരും ഒരുമിച്ച് ജീവിക്കുവാൻ തുടങ്ങി. വൈകാതെ ഫർസാന ഒരു കാര്യം അറിയുകയാണ്. ഷംസുദ്ദീൻ്റെ വിവാഹം കഴിഞ്ഞതാണ്. അഹമ്മദാബാദിൽ അവൻ്റെ ഭാര്യയും കുട്ടികളുമുണ്ട്. ഇതറിഞ്ഞ ഫർസാന അയാളുമായിട്ട് വലിയ വഴക്കുണ്ടാക്കി. എന്നാൽ ഈ വിഷയം വളരെ തന്മയത്തമായിട്ട് ഷംസുദ്ദീൻ കൈകാര്യം ചെയ്തു. ഇരുവരും പഴയതുപോലെ ഒന്നിച്ച് ജീവിച്ചു തുടങ്ങി. എന്നാൽ വൈകാതെ ഫർസാന പഴയതുപോലെ മറ്റ് പുരുഷന്മാരെയും തേടി തെരുവിലേക്ക് ഇറങ്ങി. ഇതറിഞ്ഞ ഷംസുദ്ദീൻ, ഇനി നമ്മൾ തമ്മിൽ ഒത്തുപോകില്ല, നമുക്ക് പിരിയാമെന്ന് പറഞ്ഞു. 1992 അയാൾ ബോംബെയിൽ നിന്നും സ്വന്തം നാടായ അഹമ്മദാബാദിലെ ജമാൽപൂരിലേക്ക് മടങ്ങി. പക്ഷേ ഫർസാന അയാളെ വിടുവാനായിട്ട് ഒരുക്കമല്ലായിരുന്നു. അവൾ അയാളെ അന്വേഷിക്കുവാൻ തുടങ്ങി. അവസാനം എങ്ങനെയോ ഷംസുദ്ദീൻ്റെ വീട്ടിലെ ലാൻഡ് ലൈൻ നമ്പർ അവൾ കണ്ടുപിടിച്ചു. അയാളെ അവൾ ഫോണിലൂടെ ബ്ലാക്ക്മെയിൽ ചെയ്തു. ഞാനും നീയും ഒരുമിച്ച് കഴിഞ്ഞത് നിന്റെ ഭാര്യയും കുടുംബവും അറിയാതിരിക്കണമെങ്കിൽ നീ നിന്റെ ഭാര്യയ്ക്ക് സ്വർണവും പണവും എല്ലാം കൊടുക്കും പോലെ എനിക്കും തരണം. അതുപോലെ നിന്റെ സ്വത്തിൽ പകുതി എൻ്റെ പേരിൽ എഴുതി വയ്ക്കണം. നീ ഇത് ചെയ്തില്ലെങ്കിൽ ഞാനിത് എല്ലാവരെയും അറിയിക്കും. അതായിരുന്നു അവളുടെ ഭീഷണി. ഇത് കേട്ട ഷംസുദ്ദീൻ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായി. തൻ്റെ കുടുംബം തകരുവാനായിട്ട് പോവുകയാണ്. അയാൾക്ക് എന്തു ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായി. അങ്ങനെ ഇരിക്കെ വീണ്ടും ഫർസാനയുടെ കോൾ വരികയാണ്. ഈ വരുന്ന ഓഗസ്റ്റിൽ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരും. അതിനുള്ളിൽ ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം എനിക്ക് കിട്ടിയിരിക്കണം. പറയുക മാത്രമല്ല, കൃത്യം ആ ദിവസം ട്രെയിൻ കയറി അവൾ ഗുജറാത്തിലെത്തി. ഷംസുദ്ദീൻ തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവളെ പിക്കപ്പ് ചെയ്തത്. സ്റ്റേഷനിൽ നിന്നും ഇരുവരും നേരെ സാലിയ ബീബിയുടെ വീട്ടിലേക്കാണ് പോയത്. ആ സമയത്ത് ആ വീട്ടിൽ ആരുമില്ലായിരുന്നു. ഷംസുദ്ദീൻ തന്റെ ജ്യേഷ്ഠനായ ഇക്ബാലിനോട് ഈ കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞിരുന്നു. അവർ ഫർസാനയെ ഒഴിവാക്കുവാനായിട്ടൊരു പ്ലാൻ തയ്യാറാക്കിയിരുന്നു. ആ സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്നത് ഷംസുദ്ദീനും ഷംസുദ്ദീന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ഇക്ബാലും ഷംസുദ്ദീന്റെ സുഹൃത്തായ അബ്ദുളുമായിരുന്നു. അവർ ഫർസാനയോട് കാഷ്വലായിട്ട് സംസാരിച്ചു. എല്ലാവരും ഒന്നിച്ച് ആഹാരം കഴിച്ചു. നാളെ നമുക്ക് കാര്യങ്ങളെല്ലാം ശരിയാക്കാമെന്നും നിനക്ക് തരാമെന്ന് പറഞ്ഞ പണവും സ്വത്തും തരാമെന്നും ഉറപ്പു കൊടുത്തു. അതിനുശേഷമാണ് അവർ പ്ലാൻ നടപ്പിലാക്കിയത്. ഫർസാന ഉറങ്ങിയെന്ന് ഉറപ്പായതും മൂവരും ചേർന്ന് അവളെ കഴുത്തിഞ്ഞിരിച്ച് കൊലപ്പെടുത്തി. അതിനുശേഷം വീടിന് മുന്നിലുള്ള 20 അടി താഴ്ചയുള്ള കിണറിൽ ജഡമെടുത്തെറിഞ്ഞു. പിന്നെ കുഴി മണ്ണിട്ട് മൂടി. ഷംസുദ്ദീന് മേസ്ത്രിപ്പണിയൊക്കെ അറിയാവുന്നതുകൊണ്ട് സിമന്റും മണലും ഉപയോഗിച്ച് ആ സ്ഥലത്തൊരു പ്ലാറ്റ്ഫോം നിർമ്മിച്ചു. ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് സാലിയ ബീബിയുടെ കുടുംബം വേറെ ഒരു സ്ഥലത്തായിരുന്നു. എന്നാൽ സാലിയ ബീബിയുടെ മരുമകനായ സാദിക്ക് മാത്രം ഈ ക്രൈം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ക്രൈമിൽ പങ്കെടുത്തില്ലെങ്കിലും ഇതെല്ലാം അയാൾ നേരിൽ കണ്ടതാണ്. ഇക്ബാൽ അയാളോട്, നീ ഇതേക്കുറിച്ച് പുറത്ത് ആരോടെങ്കിലും പറഞ്ഞാൽ നിന്നെയും ഇതേപോലെ കൊലപ്പെടുത്തി ഇവിടെ തന്നെ കുഴിച്ചിടുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇത് കേട്ട് പേടിച്ചു പോയ സാദിക്ക് ആരോടും ഇത് പറഞ്ഞില്ല. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തൻ്റെ ഭാര്യയോടും അമ്മായിയമ്മയായ സാലിയ ബീബിയോടും അയാൾ ഇത് പറഞ്ഞു. അതിനുശേഷമാണ് അവരുടെ വീട്ടിൽ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുവാൻ തുടങ്ങിയത്. ഫർസാനയുടെ തിരോധാനം ആരും അറിയാതെ പോയതിനു പിന്നിലെ യഥാർത്ഥ കാരണം ഇതായിരുന്നു. അവൾ വീട് വിട്ടുപോയതും മറ്റൊരു സ്ഥലത്തു നിന്നുമാണ്. പോയതാകട്ടെ ബോംബെക്കും. അവിടെ നിന്നും മറ്റൊരു സ്ഥലത്ത് വന്നാണ് അവൾ കൊല്ലപ്പെട്ടത്. അവളുടെ കുടുംബക്കാരും അവളെ കാര്യമായിട്ട് അന്വേഷിച്ചുമില്ല. പോലീസിൽ മിസ്സിംഗ് കംപ്ലൈൻറ്റ് നൽകിയില്ല. ഇതെല്ലാം ഷംസുദ്ദീന് അനുകൂലമായിരുന്നു. അതുകൊണ്ടാണ് വർഷങ്ങളോളം ഈ ക്രൈം ആരും അറിയാതെ പോയത്. എന്നാൽ ദിവസങ്ങൾ കടന്നു പോകവേ രണ്ടു കൂട്ടരുടെയും വീട്ടിൽ ചില അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളും കൊല്ലപ്പെട്ട ഫർസാനയുടെ പ്രേതവും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഷംസുദ്ദീന്റെ ജ്യേഷ്ഠൻ ഇക്ബാൽ ഇത് ഒഴിവാക്കുവാനായിട്ട് നിരവധി മന്ത്രവാദികളെ സമീപിക്കുവാൻ തുടങ്ങി. ഇത് കണ്ട ഷംസുദ്ദീന് അപകടം മണത്തു. ഇക്ബാൽ ചെയ്യുന്ന വിവരക്കേടിന്റെ ചുവട് പിടിച്ച് പോലീസ് വരുവാനായിട്ട് സാധ്യതയുണ്ടെന്ന് അവന് തോന്നി. ഇക്ബാലിനോട് ഇങ്ങനെ ചെയ്യരുതേ എന്ന് എത്ര വട്ടം പറഞ്ഞിട്ടും അവനൊട്ട് കേൾക്കുന്നുമില്ല. അതേ സമയത്താണ് കുറ്റകൃത്യത്തിൽ പങ്കാളിയായ അബ്ദുള്ളും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ സാലിയ ബീബിയും ആരോഗ്യനില തകർന്ന് മരിക്കുന്നത്. അതോടെ ഷംസുദ്ദീന്റെ പേടി ഇരട്ടിയായി. സാലിയ ബീബി ഉപേക്ഷിച്ചു പോയ വീടിനെ ജനങ്ങൾ പ്രേതവീടെന്ന് പറയാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അയാൾ അറിയുന്നുമുണ്ട്. തീർച്ചയായിട്ടും ഇതിനെ ചുറ്റിപ്പറ്റി പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു അന്വേഷണം ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ടെന്ന് അയാൾ അനുമാനിച്ചു. അതുകൊണ്ടാണ് താൻ മരിച്ചുപോയെന്ന് വരുത്തി തീർക്കുവാൻ അയാൾ തീരുമാനിച്ചത്. അന്വേഷണം എങ്ങനെയെങ്കിലും തന്നിലെത്തിയാൽ താൻ മരിച്ചു പോയതുകൊണ്ട് അവിടെ വെച്ച് കേസ് ക്ലോസ് ആവും. അങ്ങനെയാണ് 2015 ഷംസുദ്ദീൻ മരിച്ചുപോയെന്ന് ഇക്ബാലും കുടുംബക്കാരും ബന്ധുക്കളോടും അയൽക്കാരോടും പറഞ്ഞു വരുത്തിയത്. അതിനുശേഷം വേറെ ഒരു പേരിൽ വേറെ ഒരു അടയാളത്തിൽ ടാക്സി ഡ്രൈവറായിട്ട് അതേ സ്റ്റേറ്റിൽ തന്നെ അയാൾ ജീവിച്ചു വരികയും ചെയ്തു. അവസാനം വർഷങ്ങളായിട്ട് ആരും അറിയാതെ മറിഞ്ഞു കിടന്ന ഒരു ക്രൈം പുറത്തു വന്നിരിക്കുന്നു. പോലീസ് പ്രതികളുടെ മൊഴികൾ ശേഖരിച്ചു. ഇപ്പോഴും ഇവർക്കെതിരായിട്ടുള്ള തെളിവുകൾ അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കി താൽക്കാലികമായിട്ട് ജയിലിൽ അടച്ചിട്ടുണ്ട്.
സാദിഖ് ഈ ക്രൈമിൽ പങ്കാളിയല്ലെങ്കിലും ഈ സംഭവം മുഴുവനും നേരിൽ കണ്ടവനാണ്. അവനത് പോലീസിനോട് പറയാതെ മൂടി വെച്ചതുകൊണ്ട് കുറ്റകൃത്യം ചെയ്യുവാനായിട്ട് സഹായിച്ചു എന്ന കുറ്റം ചുമത്തി അയാളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർക്ക് എന്ത് ശിക്ഷയാണ് കിട്ടുക എന്ന് തുടങ്ങിയ കാര്യങ്ങൾ അധികം താമസിയാതെ നമുക്ക് അറിയുവാനായിട്ട് കഴിയും. ഒന്ന് ഓർത്തു നോക്കൂ, ഈ ഫർസാന കൊല ചെയ്യപ്പെട്ട് കുഴിച്ചു മൂടപ്പെട്ട കാര്യമൊന്നും 34 വർഷമായിട്ട് പോലീസിന് അറിയില്ലായിരുന്നു. കൊലയാളികൾ ഇത്രയും കാലം വിലസി നടക്കുകയായിരുന്നു. തങ്ങൾ ഈ കൊലപാതകം വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു, ഇനി നമ്മൾ പിടിക്കപ്പെടില്ല എന്ന് അവർ വിചാരിച്ചിരിക്കാം. എന്നാൽ 34 വർഷങ്ങൾക്ക് ശേഷം അയാളുടെ വയസ്സനാം കാലത്ത് സത്യം പുറത്തു വന്നു. പിടിയിലാവുന്ന സമയത്ത് അവർക്ക് 60-65 വയസ്സുണ്ടായിരുന്നു. ഇക്ബാലിൻ്റെയും ഷംസുദ്ദീൻ്റെയും മക്കളുടെ വരെ കല്യാണം കഴിഞ്ഞിരുന്നു. ഇതറിയുമ്പോൾ അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഇനി ഈ കേസ് തെളിയുവാൻ കാരണമായ പാരാനോർമൽ ആക്ടിവിറ്റിയുടെ പിന്നിലെ രഹസ്യം അതറിയുവാനായിട്ട് സമയമായിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ കൊല്ലപ്പെട്ട ഫർസാനയുടെ പ്രേതമായിരുന്നു ഈ കേസ് തെളിയുവാനായിട്ട് കാരണം. അവരുടെ വീട്ടിലുണ്ടായ പാരാനോർമൽ ആക്ടിവിറ്റിയാണ് എല്ലാം പുറത്തു കൊണ്ടുവന്നത്. വാസ്തവത്തിൽ ഫർസാനയുടെ പ്രേതമായിരുന്നു ഇതിനു പിന്നിൽ? ഒരിക്കലും അല്ല എന്നാണ് അതിൻ്റെ ഉത്തരം. പിന്നെ എങ്ങനെയാണ് അവർ ഈ മായ കാഴ്ചകൾ കണ്ടത്? അതിൻ്റെ ഉത്തരം ഇതാണ്: കുറ്റബോധം, അതിൽ നിന്നുമുണ്ടായ ഉൾഭയം. ഫർസാനയെ കൊന്ന കുറ്റബോധം ഇരുവർക്കും ഉണ്ടായിരുന്നു. അവളുടെ ആത്മാവ് തങ്ങളോട് പ്രതികാരം ചെയ്യുമോ എന്ന് ഇവർ ഭയപ്പെട്ടിരുന്നു. അതേ ഭയം തന്നെയാണ് അവരുടെ കണ്ണുകൾക്ക് ഇത്തരം ഇല്ലാ കാഴ്ചകൾ കാണിക്കുവാൻ തുടങ്ങിയത്. ഷംസുദ്ദീനും ഇക്ബാലും ചേർന്നാണല്ലോ ഫർസാനയെ കൊലപ്പെടുത്തിയത്. അതിൽ തന്നെ ഷംസുദ്ദീനാണ് ഇത്തരം കാഴ്ചകൾ ആദ്യം കാണുവാൻ തുടങ്ങിയത്. പിന്നെ അവൻ ഇക്ബാലിനോട് അതേക്കുറിച്ച് പറഞ്ഞു. അതോടെ ഇക്ബാലും അത്തരം കാഴ്ചകൾ കാണുവാൻ തുടങ്ങി. കുടുംബത്തിലെ 2 പുരുഷന്മാർക്ക് പ്രേതാനുഭവം ഉണ്ടെന്നും അവർ ചില രൂപങ്ങൾ കാണുന്നുണ്ടെന്നും ചിലങ്കയുടെയും മറ്റും ശബ്ദം കേൾക്കുന്നുണ്ടെന്നും പറഞ്ഞപ്പോൾ ആ കുടുംബത്തിലെ മറ്റുള്ളവർക്കും അങ്ങനെ തോന്നുവാൻ തുടങ്ങി. അവരും ഫർസാനയുടെ പ്രേതത്തെ കാണുവാൻ തുടങ്ങി. ഭയം ഒരു പകർച്ചവ്യാധി പോലെ ആ കുടുംബത്തിൽ വ്യാപിച്ചു. ഇതായിരുന്നു അവിടെ സംഭവിച്ചത്. സത്യത്തിൽ അവിടെ അവർ ഭയപ്പെട്ട ഒന്നുമില്ലായിരുന്നു. മറുവശത്ത് സാലിയ ബീബിയുടെ വീട്ടിലും ഇതുതന്നെയാണ് സംഭവിച്ചത്. സാലിയ ബീബിയുടെ മരുമകൻ സാദിഖ് ഫർസാനയെ കൊന്ന അവളുടെ ജഡം വീടിന് മുൻപിൽ കുഴിച്ചിരുന്നത് നേരിൽ കണ്ടവനാണ്. അവൻ ഇത് തൻ്റെ ഭാര്യയോടും അമ്മായിയമ്മയോടും പറഞ്ഞിരുന്നു. ഫർസാനയുടെ പ്രേതം തന്നെ വെറുതെ വിടില്ലെന്ന് അവൻ ഭയപ്പെട്ടു. വൈകാതെ അവനും ഇത്തരം മായക്കാഴ്ചകൾ കാണുവാൻ തുടങ്ങി. ക്രമേണ അവൻ്റെ ഭാര്യയും അമ്മായിയമ്മയും ഇതേപോലെയുള്ള കാഴ്ചകൾ കാണുവാൻ തുടങ്ങി. 1992 ഫർസാന കൊല്ലപ്പെട്ടത്. അന്ന് മുതൽ നീണ്ട 18-19 വർഷത്തോളം ആ വീട്ടിൽ ഇത്തരം അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അനുഭവപ്പെട്ടു. ചെറിയൊരു രോഗം വന്നാലും കാലൊന്നിടറി വീണാലും ഇത് ആ പ്രേതത്തിൻ്റെ പ്രതികാരമാണെന്ന് അവർ വിശ്വസിക്കുവാൻ തുടങ്ങി. അങ്ങനെയാണ് ആ മൊത്തം കുടുംബവും വീട് ഉപേക്ഷിച്ചു പോയത്. അവരുടെ ആ ഭയവും കുറ്റബോധവുമാണ് ഈ കേസ് തെളിയുവാനായിട്ട് കാരണമായതും ഒടുവിൽ കുറ്റവാളികൾ പിടിയിലായതും. ഇനിയാണ് കഥയുടെ കൺക്ലൂഷൻ. അതിലേക്ക് പോകാം. ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രേതാലയം ഏതാണെന്ന് ചോദിച്ചാൽ അത് കുറ്റബോധം പേറുന്ന മനുഷ്യൻ്റെ മനസ്സാണ്. ഫർസാനയുടെ ജഡം അവർ 20 അടി താഴ്ച കുഴിച്ചു മൂടി. അതിനു മുകളിൽ സിമന്റ് ഇട്ടുറപ്പിച്ചു. ലോകത്തിന്റെ കണ്ണിൽ നിന്നും നിയമത്തിന്റെ കരങ്ങളിൽ നിന്നും 34 വർഷത്തോളം അവർ ആ സത്യം മറച്ചു പിടിച്ചു. തങ്ങൾ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നവർ ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ മനുഷ്യന് സ്വന്തം നിഴലിൽ നിന്നും സ്വന്തം മനസാക്ഷിയിൽ നിന്നും ഒരിക്കലും ഓടി ഒളിക്കുവാനായിട്ട് കഴിയില്ല. ഇവിടെ വാസ്തവത്തിൽ അവരെ വേട്ടയാടിയത് ഇരുളിൽ അലയുന്ന ഒരു ആത്മാവായിരുന്നില്ല. മറിച്ച് അവർ ചെയ്ത ക്രൂരതയുടെ ആ ഓർമ്മകളും എപ്പോഴെങ്കിലും പിടിക്കപ്പെടുമെന്ന ഭയവും ഉള്ളിൻ്റെ ഉള്ളിൽ അവരെ കാർന്നു തിന്ന കുറ്റബോധവുമായിരുന്നു. ആ കുറ്റബോധം അവരുടെ ഉറക്കം കെടുത്തി. അതും മായക്കാഴ്ചകളായിട്ട് അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ഭയം ഒരു പകർച്ചവ്യാധി പോലെ ആ കുടുംബങ്ങളെ മുഴുവൻ ഗ്രസിച്ചു. അവസാനം സ്വന്തം ഭയം തന്നെ അവരെ നിയമത്തിന്റെ മുൻപിൽ എത്തിച്ചു. ഒരുപക്ഷെ ആ കുറ്റവാളികൾക്ക് യാതൊരു കുറ്റബോധവും തോന്നിയില്ലായിരുന്നുവെങ്കിൽ ഈ കേസ് ഒരിക്കലും വെളിച്ചം കാണില്ലായിരുന്നു. എത്ര ആഴത്തിൽ കുഴിച്ചു മൂടിയാലും കാലം ഒരു നാൾ സത്യത്തെ പുറത്തു കൊണ്ടുവരും. പ്രകൃതിയുടെ നീതിപീഠത്തിൽ പാപങ്ങൾക്ക് എപ്പോഴെങ്കിലും കണക്ക് പറഞ്ഞേ മതിയാവൂ. മറ്റൊരു കഥയിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.